ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ഡിസോൺ ചെയ്യുന്നതിനോട് എനിക്ക് എതിരഭിപ്രായമാണ്. ആരും ഞാൻ ഇന്ന് വരെ ഒരു സിനിമയെ പബ്ലിക്കായിട്ട് ഞാൻ പരിഹസിച്ചേക്കുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ഹീറോയ സിനിമ അത് 100% അവകാശം എനിക്കുള്ളൂ. അത് വേറൊരു ആൾ ചെയ്തൊരു സിനിമയെ അതിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ അതിനോട് സഹകരിക്കാതിരിക്കുന്നതോടെ എനിക്ക് വിയോജിപ്പാണ്. സിനിമയുടെ റിസൾട്ട് എന്തോ ആവണം അല്ലേ, നമ്മൾ ഒരിക്കലും ഓടില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓടുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ച സിനിമകൾ നന്നായി ഓടിയിട്ടുണ്ട്, തിരിച്ചും സംഭവിക്കുന്നുണ്ട്. സോ പ്രേക്ഷകരാണല്ലോ യഥാർത്ഥ പ്രതികർത്താക്കൾ, അത് നമ്മൾ ഒരുമിച്ച് ഏറ്റെടുക്കും. പിന്നെ വിജയം വരുമ്പം ആ സമയത്ത് ഫാൻസ് ചിലപ്പോൾ ആ ഹീറോയുടെ ഫാൻസ് അത് അദ്ദേഹത്തിൻ്റെ സിനിമയാക്കി മാറ്റും. ആക്ച്വലി വിജയം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ പരാജയം വരുമ്പോൾ അത് വേറെ ചെയ്യേണ്ടി വരും, ഇല്ലാതെ ഞാൻ പറയണില്ല. അത് അതിനൊരു എന്താ പറയുക ലിഖിതമായ ഒരു നിയമമില്ല, അത് അപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അങ്ങ് പോകുന്ന കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ദീർഘനാൾ ഒരു വെക്കത്തില്ല. നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശം ആയിട്ട് അവർക്ക് തോന്നുന്നൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു പിണക്കം, അതൊരു താൽക്കാലികമായൊരു പിണക്കമാണ്. ആ പിണക്കത്തിൻ്റെ ഒരു റിയാക്ഷനാണത്. ചിലപ്പോൾ അത് റിവ്യൂ ആയിട്ട് വരാം, അല്ലെങ്കിൽ എഴുതി അല്ലെങ്കിൽ ചിലപ്പോൾ വോയിസ് നോട്ട്സിൽ വരാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ വരാം. നാളെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഇതേ വ്യക്തി വന്നാൽ ഇതേ പ്രേക്ഷകർ നല്ലത് പറയാറുണ്ട്. സോ അത് എന്നും ഒരു പെർമനന്റ് സ്റ്റേറ്റ് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു ഹെൽത്തി വേ ഓഫ് ക്രിറ്റിസിസം രണ്ട് കൂട്ടരിലും നിൽക്കുക. പ്രേക്ഷകരുണ്ടെങ്കിൽ സിനിമയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എല്ലാ സിനിമയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോ നാൻസി റാണിയായിട്ട് നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്. നാൻസി റാണിയുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സിലാവും. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ വ്യക്തിപരമായി സെൻസർഷിപ്പിന് എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പ്രേക്ഷകരാണ് നേരത്തെ അജു പറഞ്ഞതുപോലെ യഥാർത്ഥ വിധികർത്താക്കൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ. ഏത് തരം സിനിമകൾ വന്നാലും അതൊക്കെ തള്ളണോ കൊള്ളണോ എന്നൊക്കെ അറിയാനുള്ള പ്രബുദ്ധരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതോട് 1% പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. സിനിമ ബഹുഭൂരിപക്ഷം സിനിമകളും നന്മയുള്ള ഹീറോയുടെ കഥകളാണ്. അതൊന്നും ആൾക്കാരെടുക്കാത്ത ഏതെങ്കിലും ഒരു സിനിമ വയലൻസ് കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വയലൻസുകളെ അതുമായിട്ട് കണക്ട് ചെയ്യാം. അല്ലാതെ സിനിമ സ്വാധീനിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ഹീറോസ് ആവുന്ന ആൾക്കാർ, നല്ല മനുഷ്യരാവുന്ന ആൾക്കാർ. അതിഭയങ്കരമായ മയക്കുമരുന്നിന്റെ ഉപയോഗം. പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇപ്പോൾ കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തൊഴിലില്ലാത്തത് മാത്രമല്ല, അവരുടെ ഒരു ഫ്രീഡത്തിന്റെ കൂടി ആവശ്യമാണ്. ഒരു ന്യൂക്ലിയർ ഫാമിലി അവർ ഫ്രീഡം ഇല്ല, പുറത്തു പോയാൽ ഫ്രീഡം ഉണ്ടാവുന്നു. അപ്പൊ അത്തരം ഡിപ്രഷൻ, അത്തരം പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക്, പിന്നെ അവരുടെ ചുറ്റിനും മലയാള സിനിമ മാത്രമല്ല വയലൻസ് നമ്മളെക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് സീരീസുകളും ഒരുപാട് വീഡിയോസും ഒക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് മലയാള സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് യോജിക്കും. അപ്പോൾ മാറിയ സാമൂഹ്യ അന്തരീക്ഷം, ലഹരിയുടെ അതിഭീകരമായ ഉപയോഗം, ഇതൊക്കെയാണ് പ്രധാന കാരണം. സിനിമ അതിഭീകര വയലൻസ് ആണെങ്കിൽ നമ്മൾ കാണില്ല. ഇപ്പോ ഈ പറയപ്പെടുന്ന സിനിമ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഞങ്ങളുടെ ഒരു ജനറേഷനിലുള്ള പോലെ പോലും ഒരു വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് പോലുമില്ല. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തെന്നാണ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറ്റം പറയേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, സിനിമയുടെ നെഞ്ചത്തോട് ആർക്കുവേണമെങ്കിൽ കയറാലോ. അപ്പോൾ എല്ലാത്തിനും ആൻസർ സിനിമ, അത്രയുള്ള
രാജ്യങ്ങളൊന്നും ഷൂട്ടിലാണ്. ഞങ്ങൾക്ക് പരാതിയില്ല. അതേപോലെ തന്നെ പോസ്റ്റേഴ്സ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്ന യാതൊരു കണ്ടിട്ടില്ല. നല്ലൊരു നടിയാണ്. അമ്മാനെ ഇതുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല. ഞാൻ മാക്സിമം എൻ്റെ ബെസ്റ്റ് അഹാനയോട് സംസാരിച്ചിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷനും യാതൊരു എല്ലാവരും സംസാരിച്ചിരുന്നു. ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്നതൊക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത് ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് വലിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. എനിവേ പുള്ളിക്കാർക്ക് ഇപ്പോഴും അത് ഫീൽ വന്നിട്ടുണ്ടാവില്ല. 3 years കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെയുള്ളൂ. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്ന് സഹകരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് എനിക്കറിയില്ല. ഇതുകൊണ്ടുകൂടിയാണോ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരണം വെച്ചാൽ ഏത് കൊണ്ടും അതായത് പ്രമോഷൻ സമയത്ത് അഭിനേതാക്കൾ പലപ്പോഴും സഹകരിക്കുന്നില്ല. ഇത് ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആക്ടേഴ്സിന് പ്രതിഫലം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡ് വെച്ച് അല്ലെങ്കിൽ ഒരു 30% ആദ്യമേ പിന്നെ ഒരു ഡൗട്ട് കിട്ടി. ഞാൻ ചോദിക്കില്ല, ഭീമശേട്ടൻ്റെ കാര്യവും ഈ കാര്യം എന്നുള്ള 2 കാര്യങ്ങൾ ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്നതാണെന്ന് പറയുന്നു. അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ടോ ഇൻഡസ്ട്രിയിൽ? നമ്മൾ സ്ഥിരത്തിന് മുമ്പിലായതുകൊണ്ട് അവരുടെ ആക്ച്വൽ റീസൺസ് അസോസിയേഷൻ തിരക്കാണ്. എന്താ പറയുക, നിങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് വെച്ചാൽ പറ്റില്ല. ഇത് ഫീൽഡിൽ വരുമ്പം ചോദ്യമില്ല. ഇവിടെ ഇരിക്കുന്നത് വെറുതെ ഉത്തരം. ഇതിനു മുമ്പ് പല ഇൻസിഡന്റ് ഷൈനോമിന്റെ ചിത്രത്തിൽ ഒരു നായിക ഇതേപോലെ ചെയ്തിരുന്നു. ഫഹദ്ഫാസിന്റെ ചിത്രത്തിൽ ഇതേപോലെ സംഭവിച്ചിരുന്നു. ഇതിപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രമോഷന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പൊ മേന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം 2 കൂട്ടർ. അത് എനിക്ക് തോന്നുന്നു ഒരു മുറി ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ. ഒരിക്കലും നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പോൾ ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ല. നെവർ ടു ദ മീഡിയ. അല്ല, നിങ്ങൾ ക്രൂരൻ, നിങ്ങൾ മിററാണ്, നിങ്ങൾ ആവശ്യമാണ്. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. നിങ്ങളുടെ സഹായം വേണ്ട. ഞാൻ അത് തന്നെ ചെയ്യും. ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും. എൻ്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളിൽ പോയി കാണും. ഞാൻ മീഡിയയിൽ ഒന്നും പറയാറുണ്ട്. പിന്നെ അതിനെ ഇത്രയും കാലമായിട്ടും എൻ്റെ അറിവിലില്ലായിരുന്നു. ഞാൻ ഇത്രയും കാലം ഇത് പറഞ്ഞു. മൈക്കിനോട് ചോദിക്കുക. ചിറാണി എന്നുള്ള സിനിമ റിലീസാകുമ്പോൾ അതിന്റെ പ്രൊമോഷന് വരണമെന്നുള്ള എഗ്രിമെന്റ് ഒന്നും അഹാനായിട്ട് ഉണ്ടായിരുന്നില്ല. നോർമലി നമ്മൾ എഗ്രിമെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം. മേ ബി എന്താണ് റീസൺ എക്സാക്ട്ലി അറിയത്തില്ല. എന്തൊക്കെ പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ അത് മുഴച്ചു ഏത് സിനിമയിലായി. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഡാൻസിനാണ്. ഇപ്പം ചേച്ചിക്കും സോഞ്ചേട്ടനും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവൻ അടുത്ത് തന്നെ കണ്ടത് മനുവിന് വേണ്ടി സിനിമ ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങുന്നത്. അതിപ്പോൾ ലാലേട്ടൻ ഇത് ഇറക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് വെരി താങ്ക്സ്. കാര്യം അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ വന്നതാണ്. സിനിമ എന്തോ ആയിക്കോട്ടെ, ഇപ്പം നന്നായിരിക്കാം മോശമായിരിക്കാം. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഇത്രയും നാളും ഇറങ്ങാതിരുന്നൊരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ 1 മാസമാണ് കഴിഞ്ഞു പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനും ഭയങ്കര പ്രസക്തിയുണ്ട്. നന്നായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് പറയാം. അജിച്ചേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ അജിച്ചേട്ടനോട് വളരെ റെസ്പെക്ട് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണിത്. അർജുന അശോകൻ, ഈ പറഞ്ഞ പോലെ അഹാന കൃഷ്ണ, ധ്രുവൻ, നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു 36
പേരുകളും ഇതിലുണ്ടെന്ന് അജിത് ചേട്ടൻ തന്നെ ഞെട്ടി. ഇങ്ങനെ ഓരോ ദിവസം സെറ്റിൽ ചെല്ലുമ്പോൾ ഓരോ ആൾക്കാർ. പക്ഷെ അത്രയും പേരുണ്ടായിട്ടും അജിത് ചേട്ടന് മാത്രമേ ആ മനസ്സുണ്ടായുള്ളൂ ഈ പ്രസ് മീറ്റിന് വന്ന് ഇങ്ങനെ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ. ദേവി ചേച്ചി അല്ല, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും. ദേവി ചേച്ചി അട്ടപ്പാടി എന്ന് പറഞ്ഞതാ. സോജേട്ടൻ ഞാനിങ്ങനെ കൊച്ചിയിലുള്ളവരാണ്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് തന്നെ എടുത്തു. തീർച്ചയായിട്ടും ചേച്ചി എല്ലാവരും കേട്ടോ. അപ്പൊ അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ലാൽ സാർ പറഞ്ഞ ദിവസം ലാൽ സാറ് ചെന്നൈയിലാണ്. ശ്രീനി സാറിന് നമുക്കറിയാം, അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ടുവന്ന് ഒരു പ്രൊമോഷൻ എത്തി ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യമില്ല. അഹാനയുടെ കാര്യം ഇപ്പം നിങ്ങൾ സംസാരിച്ചു. അർജുൻ സുമതി വളർന്ന ഷൂട്ട്, ധ്രുവൻ ഷൂട്ട്. നാച്ചുറലി ഇന്നത്തെ ടൈമിനനുസരിച്ച് അവർക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമാണ് ഈ പ്രശ്നം. ഇനി ഇത് പതുക്കെ മീഡിയയിലോട്ട് അറിയിക്കുന്നത് ഏപ്രിൽ 18 എന്നുള്ളൊരു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഇവരിലേക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. കാരണം ഇപ്പൊ ഇവിടെ പോസ്റ്ററിൽ പോലും കാണുന്നത് അഹാന കൃഷ്ണയുടെ മുഖമാണ്. എല്ലാ പോസ്റ്റേഴ്സിലും ചേട്ടൻ്റെ ഫോട്ടോ തീർച്ചയായിട്ടും. അപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള അതെ അതെ അതെ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവായ ഒരാളാണ് അഹാന. അപ്പൊ ഈ അഹാനക്ക് ഇപ്പൊ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നുമില്ല. അടി കഴിഞ്ഞിട്ട് കുറെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും സിനിമ ഉള്ള ആളാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഓക്കെ ആയിരിക്കാം. ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നില ചിന്തിക്കുമ്പോഴും ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ വിളിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ പ്രസ് മീറ്റിന് കുറച്ചുകൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാണ്. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവര് തന്നെ ഇന്റർവ്യൂവിന് അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പിന് എങ്ങനെയാണ് അജിച്ചേട്ടൻ നോക്കിയാണ്? ഇവിടുത്തെ ആക്ച്വൽ റീസൺ എന്താണ് മനു അഹാന എന്നുള്ളത് ഇനിയും നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല. കാര്യം ഒരാളില്ല അല്ലെ. എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കാം. ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയി. പക്ഷെ അഹാനക്ക് പറയാം. അഹാന പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാര്യം മനു ഇല്ല, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തോട് പോയിട്ട് കാര്യമില്ല. ഒരു ഡെഫിനറ്റ് ഉത്തരവില്ല. എനിക്ക് പേഴ്സണലി മനുവായിട്ടുള്ള ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. മനസ്സിലായി. ഞാൻ അയാളോടുള്ള കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ. അതെനിക്കിപ്പോൾ മാധ്യമത്തിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മനസ്സിലായി. അപ്പൊ അത് പറഞ്ഞു. പക്ഷെ ആ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ബൈ സെക്കൻഡറി. ബന്ധമാണ് പ്രൈമറി. ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴി. എൻ്റെ അവസാനത്തെ ഇപ്പോൾ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ്. അപ്പൊ എനിക്ക് പ്രൈമറിലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. അപ്പം അയാൾ എൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാളോട് ചിരിച്ചതാണ്. കോവിഡ് സമയത്ത് അയാൾ EMI അടയ്ക്കാൻ സഹായിച്ച ആളാണ്. അർജുൻ സുമതി വളരെ ഷൂട്ടില്ല, ഇൻട്രസ്റ്റഡ് ആണ്. അയാൾ വരും, ധ്രുവൻ വരും, ലാൽ സാറ് കോണ്ടാക്ട് ചെയ്തത് ചെന്നൈയിലാണ്. നമുക്ക് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പ്രൊഡക്ഷന് താല്പര്യം. ഇനി വരും ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇനി ഏപ്രിൽ 18 റിലീസിന് മുമ്പുള്ള പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഉണ്ടാവില്ല. അതാണ് എനിക്ക് ഒരു ചേട്ടാ, ഈ അടുത്ത് ആമീർ ഖാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. 20 വർഷമായിട്ട് പ്രതിഫലം വാങ്ങാതെയാണ് ആമീർ ഖാൻ അഭിനയിക്കുന്നത്. ഒരു സിനിമ ഹിറ്റായാൽ ആ ഹിറ്റായതിൽ നിന്ന് പ്രോഫിറ്റോ അതോ അദ്ദേഹത്തിന്റെ സാലറിയോ മേടിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെട്ട താരേ സമയം പോലുള്ള സിനിമകളൊക്കെ ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. ഏതാണ്ട് ഇതേ നിലപാട് മലയാള സിനിമയിൽ ചില പ്രമുഖർ എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ പ്രതിസന്ധി മാറില്ലേ? ഇവിടെ ചെയ്യുന്നവരുണ്ടല്ലോ, മമ്മൂക്കയൊക്കെ ചെയ്യുന്നുണ്ട്. പേരെടുത്ത് പറയണ്ട, ചെയ്യുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളായ താരങ്ങളുണ്ട്. അപ്പം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട്. ഫീനിക്സ് ഓടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പൊ ആസ് എ പ്രൊഡ്യൂസർ ആമീർ ഖാന്റെ നിലപാടിനെ ഇങ്ങനെ നോക്കിക്കാണുന്നത് നല്ല കാര്യമാണ്. കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പ്രൊഡ്യൂസേഴ്സും ഇത് മീഡിയയിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് പൊതുവെ എൻ്റെ സ്റ്റേറ്റ് ഓൺ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് അപ്ഡേറ്റഡ്
ആദ്യമായിട്ട് അദ്ദേഹമല്ല. ഇതിനു മുമ്പേ ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ അത് സംഭവിക്കാറുണ്ട്. കാര്യം നമുക്ക് പ്രൊഡക്റ്റ് ആണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിന് വേണ്ടി സഹകരിച്ച് വന്നിട്ട് ആ പ്രൊഡക്റ്റ് സെല്ലായി കഴിയുമ്പോൾ അതിൻ്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേഷ്യോ വെച്ച് ഷെയർ ചെയ്യാറുണ്ട്. അത് ആദ്യമായിട്ടാണ്. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് മുന്നോട്ട് നിർബന്ധിച്ച് വെക്കാവുന്ന ഒരു കാര്യമല്ല അല്ലേ. നമുക്കിപ്പോൾ ഒരാളോട് നിർബന്ധമായിട്ട് നിങ്ങൾ അതിനോട് അങ്ങനത്തെ കഴിക്കാനും പറയണ്ടേ. കുട്ടിക്കും കൂടെ താല്പര്യമാണ് അല്ലേ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചെയ്തു. ആ സിനിമ ഓടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല. ആമസോൺ ട്രെയിനിൽ വന്നപ്പോൾ ഇത് വന്നു. തന്നെ റോങ് മാർക്കറ്റിംഗ് ആയിരിക്കാം പ്ലീസ്. ആ സിനിമ ഒരു ഹൊറർ ചിത്രമായിട്ടാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. അത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. അതിന്റെ ഒരു ഫാമിലി ചിത്രമായിട്ടാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. അജിച്ചേട്ടാ, ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ്, ഇവരുടെയൊക്കെ സിനിമാ പ്രവേശനത്തിന് അജിച്ചേട്ടനൊരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ തന്നെ അത് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത്തരം പ്രൊമിനന്റ് ആയിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിൽ അജിച്ചേട്ടൻ വളരെ സ്കിൽഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരൊക്കെ നല്ല ഫിലിം മേക്കേഴ്സ് ആയി പിന്നീട് ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ബേസിൽ ജോസഫ് ഇപ്പൊ നല്ലൊരു താരമാണ്, ജനപ്രിയ താരമാണ്. അപ്പോൾ അജിച്ചേട്ടന് അങ്ങനെ ഒരു സ്കില്ലുള്ളപ്പോൾ അജിച്ചേട്ടന് ഒരു പടം ഡയറക്റ്റ് ചെയ്തുകൂടെ? ഒരു സംവിധായകനെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ലുണ്ട്, എന്തുകൊണ്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്തുകൂടാ ഫ്യൂച്ചറിലായിരുന്നു? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ആവശ്യം. എൻ്റെ ഒരു ക്യാരക്ടറിന് മാച്ച് ആവുന്ന ജോലിയല്ല. ഞാൻ അത്രയും അറ്റൈം ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഒരു ഡയറക്ടറിൻ്റെ ജോലിയിൽ 10-21 ഡിപ്പാർട്ട്മെന്റ്സ് വരും. ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ നിശ്ചിത ബഡ്ജറ്റിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷറുള്ള ഒരു കാര്യമാണ്. എന്നെ കൊണ്ട് ചിലപ്പം അതിനോടൊരു താല്പര്യമില്ല. എന്നാൽ എനിക്ക് എവിടെയോ ജയിക്കപ്പെട്ട് ഞാൻ അസിസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഞാൻ ആസ്വദിക്കില്ല എന്ന് ഉറപ്പാണ്. ആസ്വദിക്കാത്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ താല്പര്യം. എങ്ങനെയാണ് അപ്പോൾ ബേസിൽ ജോസഫിനെയും മിഥുൻ മാനുവൽ തോമസിനെയൊക്കെ മനസ്സിലാക്കിയത്? അവരുടെ പാഷൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് പറയാൻ തെറ്റാണ്. ബിക്കോസ് ബേസിന്റെ പ്രിയമുള്ള കഥയാണോ ഞാൻ കണ്ടപ്പോഴാണ് ആ ക്രാഫ്റ്റ്, അയാൾ ഒരു നല്ല ക്രാഫ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതിപ്പോൾ ഒരു നല്ല വർക്ക് കാണും. മിഥുനോട് സംസാരിച്ചപ്പോൾ മിഥുൻ്റെ ഒരു വൊക്കാബുലറി ഉണ്ട്. മിഥുൻ്റെ വൊക്കാബുലറി വളരെ രസകരമാണ്. അത്രയും എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ അത്രയും ചടുലമായിട്ട് നമ്മൾ പറയില്ല നിർഗളമായിട്ട് മലയാളം അപ്പം അതെല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ അത് തിരിച്ച് ഇങ്ങനെ ഒക്കെ സംസാരിക്കുന്നത് എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അല്ലാതെ ഇവർക്ക് ഭയങ്കര ടാലൻ്റായി നാളെ ഒരു മിന്നൽ മൂവി എന്ന് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരുടെ സഹായം ആവശ്യമാണ്. അവരെ കൊണ്ട് എനിക്ക് സഹായം കിട്ടും അല്ലെങ്കിൽ എനിക്കൊരു ലേണിംഗ് കിട്ടും എന്നുള്ള എൻ്റെ ആവശ്യം നടക്കുന്നുള്ളതായിരുന്നു ഞാൻ അവരിലോട്ട് പോയത്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മ്യൂച്വൽ ഹെൽപ്പായിരുന്നു ആ സമയം. അവർക്ക് എനിക്ക് അവരോട് വർക്ക് ചെയ്യുന്നു, അവർക്ക് എന്നോട് വർക്ക് ചെയ്യുന്നു. മ്യൂച്വൽ ഹെൽപ്പ്, അത് ഗ്രോയിങ് അപ്പാണ്. നമ്മൾ അപ്പുറത്ത് ഒരു പെൻസിൽ ഒടിഞ്ഞു പോയാൽ തൊട്ടപ്പുറത്ത് കൂട്ടായിരുന്നു വാങ്ങി പണ്ട് എഴുതി. അതെ, അതെ, ഞങ്ങളുടെ ആവറേജ് ആയിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ ഇല്ല, ജെയ്സൺ ചേട്ടൻ. ലവുഷയെ കുറിച്ച് പറയുന്നത് ഇപ്പൊ ഈ അവസരത്തിൽ പറയുന്ന കാര്യം ജെയ്സൺ ചേട്ടൻ. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഒരൊറ്റ ഫോൺ കോളിൽ മലയാളത്തിൽ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സിന്റെ ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൺട്രോളറായിട്ട് അല്ലേ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജെയ്സൺ ചേട്ടൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച് ജെയ്സൺ ചേട്ടൻ ചെയ്യാന്നുള്ള ഇത്ര എളുപ്പത്തിലൊരു പ്രൊഡക്റ്റാണ് എൻ്റെ ലൈഫിൽ. അതായിരുന്നു ലവുഷ. അതുകൊണ്ട് തന്നെ അത് വളരെ ഫേവറേറ്റാണ് എനിക്കും നീരജിനും. അല്ലാതെ തന്നെ പല റീസൺ കൂടി. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ചേട്ടൻ്റെ ഫാമിലി, ചേച്ചിയാണെങ്കിലും മോള് പുണ്യ, അവരൊക്കെ നമുക്ക് ഭയങ്കര ഇത്രയും പേര് ഇത്രയും വർഷം കഴിഞ്ഞാൽ പറയണമെങ്കിൽ അത്രയും അദ്ദേഹം ആ സെറ്റിൽ അവരോടുകൂടിയാണ് ഇടപെട്ടിരുന്നത്. ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. നീരജിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നീരജിനോട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ സാധ്യതയുണ്ട്. കാര്യം അവൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു. ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോ നാൻസി റാണി
എന്ന സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യയിൽ നിന്ന് ഈ സിനിമയുടെ നിർമ്മാതാവിലേക്കുള്ള ആ ഒരു ദൂരവും അതോടൊപ്പം ആ ഒരു പ്രോസസ്സും എത്ര കഠിനമായിരുന്നു? നല്ല കഠിനമായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് ഫിലിം പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ഞാനോ ഫാമിലിയോ ആരും ലിങ്ക് അല്ല, ഒന്നുമില്ല. അത് മനുവിന്റെ താല്പര്യം, മനുവിന്റെ ഇഷ്ടം, മൂവി ആ ഒരു രീതിയിലായിരുന്നു അതിലേക്ക് കണക്ട് ആയത്. അപ്പം മനു മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ചേട്ടനോട് ആരോടാ ചോദിച്ചാലും അറിയാം, ഞാൻ ആ സെറ്റിലൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. അത് മനുവിന്റെ മരണശേഷമാണ് ഞാൻ ആക്ച്വലി അതിലേക്ക് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊന്നും അറിയുന്നതല്ല. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ, എല്ലാം അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണെങ്കിൽ ഓരോന്ന് പഠിച്ചും ചോദിച്ചുമൊക്കെ അത് ചെയ്യാന്ന് പറഞ്ഞത്. ഒട്ടാകെ ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട് വൈവിധ്യമാർന്ന കഴിച്ചു. അപ്പോൾ ഈ നാൻസിയാണെങ്കിൽ ദേവി അജിത്ത് എന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആ വേഷത്തെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ ഒരു റിയലിസ്റ്റിക് ആക്ടിങ് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം? ആക്ഷൻ ഹീറോ വിജുവല് അങ്ങനെ സംഭവിച്ചു പോയി. അതങ്ങനെ സംഭവിച്ചു. എനിക്കറിയില്ല, അത് ആൾക്കാര് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലതാണ്. ഇതിൽ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഈ സിനിമയിൽ എല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് മനു എന്നൊരു വ്യക്തി, മനു നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ക്ലാപ്പ്, ഈ പറയുന്ന ഒരു സീൻ കഴിയുമ്പോൾ കിട്ടുന്ന ക്ലാപ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിലും ഇതുവരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതും ട്രൂ ആണ് ക്ലാപ്പ് ചെയ്യുന്നത്. അപ്പം എന്തോ ഒരു വിശ്വാസം മനുവിന് അത് ഇഷ്ടമായിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെങ്ങനെ റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഞാനത് മോശമായിട്ടാണോ ചെയ്തതെന്നൊക്കെ നിങ്ങൾ വേണം വിലയിരുത്താൻ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാര്യം അങ്ങനെ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതും. ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുകയായിരുന്നു. ഞാനും അന്ത വിട്ടു പോവുമായിരുന്നു. ഒരു ദിവസം സോഹൻ അർജുന, ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് സണ്ണി, ധ്രുവൻ, അങ്ങനെ ഇത്രയും ആൾക്കാർ വന്നു പോയ ഒരു സിനിമ. ലെന ഉണ്ട്, മാല പാർവതി, അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. സോ എന്നെ സംബന്ധിച്ച് അത് ഞാൻ എന്തോ കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്കത് സന്തോഷമാണ്. അത് ഇങ്ങനെയാവുന്ന നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ഒരു സിനിമ അജിത്തിന്റെ കൂടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ അത് ഇവിടെ പറഞ്ഞതുപോലെ അതൊരു ട്രാജഡി ആയിരുന്നു ആ സിനിമ. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ കാശില്ല അതിനുള്ള. സോ സർവൈവലിൻ്റെ കാര്യം, ഐ എം നോട്ട് എ പ്രൊഡ്യൂസർ, എൻ്റെ പൈസ ഇല്ല അത് ചെയ്യാൻ. അപ്പം അത് ചെയ്തിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാവുള്ളൂ. ഞാൻ ഒരുപാട് സഫർ ചെയ്തതാണ് ആ പ്രൊഡ്യൂസർ ആയപ്പോൾ. അത് തിയേറ്ററിലേക്ക് എത്തിക്കാനും അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ വിചാരിച്ചത്രയും നമുക്ക് കാശ് തിരിച്ച് കിട്ടിയില്ല. ഒരുപാട് കാശ് കയ്യിൽ നിന്ന് പോയി, ആള് പോയി. സോ അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാനും അത് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഇതുപോലെ ഒരു സിനിമ ഫുള്ളായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഒറ്റ സിനിമയാണ്. അതല്ലാതെ ഞാൻ എൻ്റെ ക്യാരക്ടർ പറയും, ഞാൻ പോയി ചെയ്യും. അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്കറിയില്ല സിനിമയെക്കുറിച്ച്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു നടൻ അങ്ങനെ അഭിനയിച്ച് ചെയ്യുന്നത് ഒരു റെസ്പോൺസിബിൾ ആയ ഒരു നിലപാടല്ലേ? അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു തട്ടുന്ന രീതിയിൽ കൊടുത്തത് എനിക്ക് സാമൂഹ്യം. ഈ ചോദ്യം ജനം കേൾക്കണേ. അതെ, ഞാൻ വെറുതെ ഇതിന് ഉത്തരം എന്ന മൂവിയുടെ ഒരു പ്രസ് മീറ്റ് നടന്നിരുന്നു. ആ പ്രസ് മീറ്റ് സമയത്ത് ഒരു ചേച്ചി ധ്യാൻ ശ്രീനിവാസനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ സുപ്പി ഗെയിമിംഗ് ആപ്പ് പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യത്തില് എന്തിനാണ് അഭിനയിക്കുന്നത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന്
ധ്യാൻ ചേട്ടൻ കൊടുത്ത മറുപടി വളരെ തഗ്ഗായിട്ടുള്ള രീതിയിൽ എനിക്ക് സാമൂഹിക പ്രതിബദ്ധതയില്ല എന്നാണ്. അപ്പോൾ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അത് പറയാൻ സാധിക്കുന്നു? ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ഈ ഇതേപോലത്തെ ഉള്ള ഗെയിംസ് എൻഡോസ് ചെയ്തിട്ട് ഒരിക്കൽ നല്ല ക്രിറ്റിസിസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കോവിഡ് ടൈമിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് ഇതിൽ, പക്ഷെ അന്ന് ഞാനത് തിരുത്തി, ഞാനതിന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു, ആ എഗ്രിമെന്റ് ബ്രീച്ച് ചെയ്തു. ഞാൻ പറഞ്ഞത് 100% അയാളുടെ ജെനുവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അയാളോട് ട്രാവൽ ചെയ്ത് ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും പാർട്ട്ണറെന്നും പ്രൊഡക്ഷൻ ഹൗസിൽ വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശയ്ക്ക് കൈയടി ഇപ്പോഴത്തെ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കുന്നുള്ള വിശ്വാസത്തിൽ പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല എന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അതിന് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വന്നതുകൊണ്ടാണ്. ഈ കൈ നിങ്ങളൊക്കെ തന്നെ കൗണ്ടർ പറയുമ്പോൾ ചിരിച്ച് രസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ അയാളെ ട്രീറ്റ് ചെയ്തിട്ട് സീരിയസ് ചോദ്യം ചോദിക്കുമ്പോഴേ അയാൾ തമാശ പറയും അല്ലേ? അതപ്പോൾ പറയണം, അതിന് വ്യക്തമായ ഉത്തരവാണ് വേണ്ടിയില്ലെങ്കിൽ ഒരിക്കലും അവിടെ വെച്ചിരുന്ന ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രൊമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യം. നേരത്തെ മറ്റേ ടോപ്പിക് കൂടെ തന്നെയാണ്. പക്ഷെ എൻ്റെ പേഴ്സണൽ ടേക്ക് ഇതാണ്, എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ആയി ബീങ് എൻ ആക്ടർ, പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് ഞാനും ആ ഗെയിം കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസൊക്കെ കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയോടെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെംപ്റ്റേഷൻ വരും. മനസ്സിലായി? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ ഇല്ലാതാകുമ്പോൾ, മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഗെയിമിങ് ഇങ്ങനത്തെ ഓഫേഴ്സ് പരസ്യങ്ങളൊന്നും വന്നാൽ നമുക്ക് തോന്നില്ല. പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മെച്ചൂരല്ലേ, നമുക്ക് തോന്നും. പക്ഷെ അതിന് ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, വേറെ ഇപ്പോൾ വഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ സോഹൻ സീനിൽ ചേട്ടൻ പറഞ്ഞു. പക്ഷെ അതിന് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനോട് എനിക്കൊരു ഞാൻ തിരിച്ചു ചോദിച്ചൊരു ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല, കേസുകൾ ചെല്ലുന്നില്ല. അപ്പൊ എൻ്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ഞാൻ ആക്ച്വലി ഭയങ്കര ഇച്ചിരി സന്തോഷിക്കുന്ന കാര്യം, വിരാട് കോഹ്ലിയും തമന്നയും ഞാനുമായിരുന്നു ആ കേസിലെ പ്രതികൾ. അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം, വിരാട് കോഹ്ലിക്കും പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. പറയാലോ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു. അപ്പൊ പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് പ്രിവിലേജ് അല്ലേ? അപ്പൊ ധ്യാൻ ശ്രീനിവാസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ്. ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡ് മാറ്റം. അല്ല, സിഗരറ്റ് ഇവിടെ വിൽക്കാം, മദ്യം ഇവിടെ വിൽക്കാം, അത് മരിച്ചു പോകുന്നത് നമുക്കറിയാം, ചെയ്താൽ ശരീരത്തിന് നല്ലതറിയാം, അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം, അത് ചെയ്യുന്നത് തെറ്റ്. അതെന്താ പറയുക, ഭയങ്കര നേർരേഖയാണ്. എനിക്കൊന്ന് സോഹൻ ചേട്ടൻ അതിനെ കുറിച്ച് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചാൾ മുമ്പ് ശരിക്കും അറിയില്ല ഇതിനെ കുറിച്ച്. അച്ഛേട്ടാ, ഇപ്പൊ ഷാറുഖ് ഖാനെയോ വിരാട് കോഹ്ലിയോ നമുക്ക് ഇതുപോലെ ചോദ്യം ചെയ്യാൻ കിട്ടാറില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കെതിരെ അതെ അതെ മാത്രമല്ല എൻ്റെ ഒരു ഡൗട്ട് ഇല്ലേ, അതുകൊണ്ട് മാത്രമല്ല അവർക്കൊക്കെ അവരുടെ PR ടീമും അഡ്വക്കേറ്റ്സും ഏജൻസീസും ഇതിൻ്റെയൊക്കെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ ഒരേ തോന്നിപ്പോകും. അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് ഈ സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്. യെസ്, അതൊരാൾ പേഴ്സണൽ ടേക്ക്. അത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് തെറ്റ് കറക്റ്റ്. ഞാനും അങ്ങനെ ഒരിക്കൽ ചെയ്തു, അത് തെറ്റാണ് ചൂണ്ടിക്കാണിച്ച സമയത്ത് കറക്റ്റ്.
തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും എല്ലാവരും ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. അതിലും അല്ലെങ്കിൽ മനുഷ്യനല്ല. അതുകൊണ്ട് ഭയങ്കര നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അന്ന് അയാൾക്ക് ഒരു എറർ പറ്റി ഉത്തരം പറഞ്ഞു അടുത്ത നമ്മൾ ചിന്തിച്ചതാണ്. അത് പുള്ളിക്ക് തെറ്റാണോ തോന്നിയത് എനിക്കറിയാം. എനിക്കൊരു കറക്ഷൻ വേണം. ഇത് എനിക്ക് എന്റെ വേർഷനാണ് കേട്ടോ, അന്നത്തെ പ്രസ് മീറ്റിന്റെ. പുള്ളിക്ക് ഇത് തെറ്റാണോ തോന്നിയതൊന്നും എനിക്കറിയില്ല. ഞാൻ വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതിൽ തന്നെ അതിൽ പറയുന്നുണ്ട് അല്ലേ. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണോ അതിനർത്ഥം? മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. പക്ഷേ നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടതാണ്. എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ സിനിമ കണ്ടതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായെങ്കിൽ അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി, അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ച് നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമ ഇവിടെ ഫ്ലോപ്പായ നാടാണിത്. സ്റ്റോപ്പ് വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാൽ ഹിറ്റ് ആവുന്നു. അന്ന് നന്മയുള്ള സിനിമകൾ ഓടിയിരുന്നത് ജനപ്രിയൻ, വിനോദയാത്ര, സത്യനദികളുടെ സിനിമകൾ. ഇന്ന് അതേ ആളുകളുടെ നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല, മറിച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമാക്കാര്? അതിനോട് എനിക്ക് ഒരു ശതമാനം യോജിപ്പില്ല. ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയല്ല, അത് നന്മയുള്ള സിനിമയാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ മഞ്ഞുമൽ ബോയ്സ്, അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ്. സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ സിനിമയാണ്. സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ എന്ന് മാത്രം നോക്കിയിട്ടല്ല. സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരിക്കണം. അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ആസ്വദിക്കുന്നത്, നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരണം. അല്ലാതെ ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലുന്ന ഒരു വയലൻസ് സിനിമ ഉണ്ടെങ്കിൽ നിങ്ങളത് കാണില്ല. ആ സിനിമ നന്നായിരിക്കും. അപ്പൊ അതാണ്, അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിനെ സ്വാധീനിക്കപ്പെടുന്നത്. ഇപ്പോ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ എനിക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ രാഷ്ട്രീയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ തന്ത്രപൂർവ്വം ആദ്യം ഞാനൊരു ഗംഭീര സിനിമ ഉണ്ടാക്കണം. ആ സിനിമയിലൂടെ വളരെ വിദഗ്ധമായിട്ട് എനിക്ക് പറയണം. അല്ലാതെ ഇതാണ് എന്റെ രാഷ്ട്രീയ സിനിമ ഉണ്ടാക്കാൻ ആരും കാണില്ല. അപ്പോ നമ്മുടെ ചോദ്യം സിനിമയെ മാത്രം ഈ സാമൂഹിക മാറ്റത്തിൽ കുറ്റം പറയുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ലഹരിക്കെതിരെ സിനിമയെക്കാളൊക്കെ വലിയ മാഫിയാണ് ലഹരി മാഫിയ. എത്രയോ കോടികളാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് ലഹരി കൊണ്ടുവരിക. അപ്പോ അവരെയൊക്കെ സേഫ് ചെയ്തുകൊണ്ട് സിനിമയെ മാത്രം അറ്റാക്ക് ചെയ്യും. അറിയത്തില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷൂട്ടിന്റെ വിശേഷങ്ങൾ പറയുന്നല്ലാതെ പെണ്ണട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ചതിയാണ്, അതിനെ മാസാക്കാൻ പറ്റില്ല. തിരിച്ച് നാച്ചുറലിലോട്ട് തന്നെ വരാം. നിങ്ങളുടെ നയന മേഡം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂക്കയായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ശരിക്കും അഭിനയിച്ചിട്ടില്ല, എയിൽ കൂടാണ് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ സമയത്തൊക്കെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സ്, ആസിഫ് അലി ഉൾപ്പെടെയുള്ള ആളുകൾ മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തിനെ കാണും. പിന്നീട് അതിൻ്റെ സക്സസ് സെലിബ്രേഷനിലൊക്കെ മമ്മൂക്ക വന്ന് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതൊക്കെ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് മമ്മൂക്കയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ മമ്മൂക്കയായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ റിലീസിന് ശേഷം അദ്ദേഹത്തിനെ കാണാൻ ശ്രമിക്കുമോ?
ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നതാണ് 980 മനുവിനോടൊപ്പം സഹകരിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സക്സസ്. സന്തോഷം. ബിക്കോസ് മനു ആഗ്രഹിക്കുന്നത് അതാണ്. സോ ആ റിസൾട്ട് അവിടെ സംഭവിക്കുകയാണ്. റെസ്റ്റ് അല്ല, ഇറക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യം ഈ സിനിമയെ സംബന്ധിച്ചു. അതിന് ലാലേട്ടൻ സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ കമ്പനി ചെയ്തു തരുന്ന ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ വളരെ താങ്ക്ഫുള്ളി ഓർക്കുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ ആർട്ടിസ്റ്റും മറ്റേത് ഒക്കെ മാറ്റി നിർത്തി നമുക്ക് ഈ സിനിമയുടെ ഒരു നല്ല റിലീസിനാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. ഏപ്രിൽ 18 എന്നുള്ളത് വളരെ മനോഹരമായ ഡേറ്റാണ്. ഒരു സിനിമയാണ്, ഒരു ഫിലിമുമാണ്. അപ്പം ആ ഡേറ്റിന് എല്ലാം മറന്ന് ഈ സിനിമ നല്ലതാണെങ്കിൽ ഗംഭീരമായിട്ട് കൂടെ നിൽക്കുകയും എന്നാൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെ റൈറ്റ് രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉള്ളൊരു ക്ഷമ നാൻസി റാണിയോട് കാണിക്കുന്നു. ബിക്കോസ് വി ആർ ഓൾ സ്റ്റാൻഡിങ് ഫോർ മനു ആൻഡ് ഹിസ് ഡ്രീം ആൻഡ് വിഷൻ. താങ്ക് യു. ഡിസ്ട്രിബ്യൂട്ടർ സംസാരിക്കും. ഏപ്രിൽ 18 സിനിമ തിയേറ്ററിൽ വരുന്നത്.